സംസ്ഥാന ഗതാഗത വകുപ്പിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകിയത് കോടികൾ. ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ പദ്ധതിക്ക് കേന്ദ്രം അനുവദിച്ചത് 80,30,692 രൂപ. KSRTC സ്വിഫ്റ്റിന് മാത്രം നൽകിയത് 103.74 കോടി രൂപ. കേന്ദ്രവിഹിതം കൃത്യമായി അനുവദിച്ചെന്ന് ഗതാഗത മന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുന്നതിന്റെ രേഖകൾ ജനം ടിവിക്കും ലഭിച്ചു. രശ്മി കാർത്തികയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. രശ്മി, ഈ കേന്ദ്രം സഹായിക്കുന്നില്ല, തീർത്തും അവഗണിക്കുന്നു എന്ന് മുറവിളി കൂട്ടുന്ന സർക്കാരിന്റെ ഗതാഗത വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണ് ഈ വിധത്തിലുള്ള തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്തതാണ് എന്നുള്ളതാണ് എപ്പോഴും സർക്കാർ പറയുന്ന ഒരു വാദം. ആ രീതിയിലാണ് എപ്പോഴും പറയുന്നത്. പ്ലാൻ ഫണ്ടുകൾ ഒന്നും തന്നെ ലഭ്യമാക്കുന്നില്ല, അതാണ് ഈ ഒരു ഞെരുക്കത്തിന് കാരണം എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തന്നെ ആ കണക്കുകൾ കൃത്യമായി പുറത്തുവിടുന്നു. കാരണം കൃത്യമായി തുക കേന്ദ്രം അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ രേഖകളിൽ പറയുന്നത്. 2022-23 സാമ്പത്തിക വർഷം കോടികളാണ് കേന്ദ്രം ഈ ഗതാഗത വകുപ്പിന് മാത്രമായി അനുവദിച്ചിരിക്കുന്നത്. ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ പദ്ധതിക്ക് 80,30,692 രൂപ അനുവദിച്ചിട്ടുണ്ട്. KSRTC സ്വിഫ്റ്റിന് മാത്രം നൽകിയത് 103 കോടിയാണ്. 113 ബസ്സുകൾക്ക് അനുവദിച്ച തുകയിൽ 80 ബസ്സുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. 37.33 കോടി വാഹന നിർമ്മാതാക്കൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം പേട്ട മുതൽ SN ജംഗ്ഷൻ വരെയുള്ള പദ്ധതിക്ക് 46 കോടി രൂപയാണ് അനുവദിച്ചത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ 1957 കോടിക്കും ഭരണാനുമതി നൽകിയിരുന്നു. ഇതിൽ 100 കോടി ഇതിനോടകം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ കൃത്യമായി സംസ്ഥാനത്തിന് തുക അനുവദിക്കുന്നുണ്ട്. ഇത് ഗതാഗത വകുപ്പിന് മാത്രമല്ല മറ്റു വകുപ്പുകൾക്കും ഇതേ രീതിയിൽ തന്നെ തുക അനുവദിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള രേഖകളിൽ കൃത്യമായ കണക്കുകൾ മന്ത്രിമാർ പുറത്തു പറയുന്നു. നേരത്തെ ആരോഗ്യമന്ത്രിയും ഓരോ പദ്ധതികൾക്കും വേണ്ടി കൃത്യമായി കേന്ദ്രം തുക അനുവദിക്കുന്നുണ്ടെന്നും കുടിശ്ശിക വരുത്തിയിട്ടില്ല എന്നുമുള്ള വ്യക്തമായ രേഖകൾ സഹിതം ഇത് നിയമസഭയിൽ ഈ മറുപടിയിൽ ഇത് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്നോണം ഇത്തരത്തിൽ കേന്ദ്രം പണം അനുവദിക്കുന്നില്ല, അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സംസ്ഥാനം പല പദ്ധതികളും ഈ കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചിട്ടാണ് ഈ ബസ്സുകളാണെങ്കിലും മറ്റ് പദ്ധതികളാണെങ്കിലും KSRTC നടപ്പിലാക്കുന്നതെങ്കിൽ അതിന്റെ ഉദ്ഘാടന വേളയിലോ മറ്റെവിടെയും കേന്ദ്ര സർക്കാരിന്റെ പേര് പറയുന്നില്ല. ഇത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം പദ്ധതിയാണ്. ഇതിനായി പണം ചിലവഴിക്കുന്നത് സംസ്ഥാന സർക്കാർ മാത്രമാണ്. കേന്ദ്രത്തിൻ്റെത് വളരെ തുച്ഛമായിട്ടുള്ള പണമാണ്, അതും കൃത്യസമയത്ത് അനുവദിക്കുന്നില്ല എന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ ഇത് അവതരിപ്പിക്കുന്നത്. ഏതായാലും ഗതാഗത വകുപ്പ് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇത് സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കൊണ്ട് മാത്രമാണ് ഈ തരത്തിലൊരു പ്രതിസന്ധി. അതായത് ജീവനക്കാർക്ക് ശമ്പളം നൽകാനില്ല, പെൻഷൻ തുക നൽകാനില്ല, ഈ രീതിയിൽ ഓരോ മാസവും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഗതാഗത വകുപ്പിന് നിലനിൽക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കൊണ്ട് സംഭവിക്കുന്നതാണ്. കേന്ദ്രം അനുവദിച്ച തുകയിൽ നിന്നും ബസ്സുകളൊക്കെ തന്നെ വാങ്ങിയാലും അത് കേടായി കഴിഞ്ഞാൽ വീണ്ടും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രമിക്കാറില്ല. അതിനെ പൂർണ്ണമായും അത് ഷെഡിൽ കയറ്റുന്നതാണ് കാണാൻ കഴിയുന്നത്. പലതരത്തിൽ ഈ ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റും ദൂർത്തും അത് തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. എല്ലാ വകുപ്പുകൾക്കും ഇതേപോലെ പ്ലാൻ ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ കൃത്യമായി അനുവദിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ രേഖകൾ നിയമസഭയിൽ ആണ്. ഈ മന്ത്രിമാർ ഔദ്യോഗിക മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ പുറത്തു വന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്നോണം കേന്ദ്ര സർക്കാർ പണം നൽകിയില്ല, അല്ലെങ്കിൽ കേന്ദ്ര വീതം വെട്ടിക്കുറച്ചു, ഇതാണ് ഈ രൂക്ഷമായ പ്രതിസന്ധിക്ക് കാരണം, പ്ലാൻ ഫണ്ടുകൾ ലഭ്യമാക്കുന്നില്ല എന്നൊക്കെ തന്നെ മന്ത്രിമാർ പറയുകയും ചെയ്യുന്നുണ്ട്. അനു